നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഓട്ടിസം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഓട്ടിസം കുഞ്ഞുങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. നമുക്ക് ഈ വരുന്ന April 2 ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അപ്പോൾ ഈ ഓട്ടിസത്തിനെ കുറിച്ച് ഇപ്പോഴും ചില ആൾക്കാർക്ക് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഇതൊരു മെൻ്റൽ ഡിസോർഡർ ആണോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. മാത്രമല്ല ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും പാരൻസിന് തന്നെ നമുക്ക് ഒരു പരിധി വരെ പറ്റാവുന്നതാണ്. വീട്ടിൽ തന്നെ നോക്കിയാൽ ഓട്ടിസം കുഞ്ഞുങ്ങളാണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എത്ര ഏജ് മുതൽ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഓട്ടിസം? ഓട്ടിസം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു മെൻ്റൽ ഡിസോർഡർ അല്ല, ഒരു സൈക്കാട്രിക് ഡിസോർഡർ അല്ല. നമ്മളെ നോർമൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു വ്യത്യാസം ഈ കുട്ടികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്ര നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടുന്നുവോ അപ്പോൾ തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള തെറാപ്പീസോ ഇൻ്റർവെൻഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോർമൽ കുഞ്ഞുങ്ങൾ എന്ന പോലെ തന്നെ ഓട്ടിസം കുട്ടികളെ ഒരു പരിധി വരെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 1.5 ഇയർ മുതൽ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം പോയിൻറ്റിംഗ് ഒക്കെ നമുക്ക് 1.5 ഇയേഴ്സിൽ വരുന്നതാണ്. അപ്പോൾ പോയിൻറ്റിങ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ സ്പീച്ചിൽ ഒരു വേർഡെങ്കിലും ആ ഒരു ടൈമിൽ ഈ കുഞ്ഞ് സംസാരിക്കുന്നുണ്ടോ, അല്ല അമ്മ എന്ന് വിളിക്കുന്നുണ്ടോ, സ്പീച്ചിന് എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഈ ഓട്ടിസം കുഞ്ഞുങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഏരിയാസിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഇവർക്ക് നമ്മൾ ഓരോ ഡയഗ്നോസ്റ്റിക് ടൂൾ അല്ലെങ്കിൽ സ്ക്രീനിങ് ടൂളുണ്ട്. അത് വെച്ച് നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യൻ ആണെന്നാലും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് വീട്ടിലാണെങ്കിൽ നമുക്ക് അമ്മമാർക്ക് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ കുഞ്ഞിന് ഓട്ടിസം ആണോ ഇല്ലയോ, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവർക്ക് ആദ്യമായിട്ട് ഉള്ളത് നമുക്ക് അറിയാം, ബർത്ത് കഴിഞ്ഞു 2 months ഒക്കെ വരുമ്പോൾ സോഷ്യൽ സ്മെയിൽ അറ്റൻഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടിസം കുഞ്ഞുങ്ങൾ, ചില കുട്ടികൾ സോഷ്യൽ സ്മെയിൽ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് കുറവായിരിക്കും. അതായത് നമ്മുടെ കണ്ണിൽ ഐ കോണ്ടാക്റ്റ് തന്ന് മുഖത്ത് നോക്കി ചിരിക്കുന്നത് ഓട്ടിസം കുഞ്ഞുങ്ങളിൽ കാണാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പോൾ അതൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. രണ്ടാമതെന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പായിട്ടുള്ള ഇൻട്രാക്ഷൻ. ഈ കുഞ്ഞുങ്ങൾ ഇവരുടെ പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ, ഇവരുടെ ഏജ് ഗ്രൂപ്പുമായിട്ടുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇവർക്ക് സ്വന്തമായിട്ട് ഇവരുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം, അത് സ്വന്തമായിട്ടിരുന്ന് കളിക്കുക, ലോൺലി പ്ലേ ആയിരിക്കും ഇവർ കൂടുതലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ലയോ എന്നുള്ളത് നമുക്ക് പാരൻസിന് തന്നെ വീട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇവർ കളിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിനൊരു ടോയ് കൊടുത്തു, അതൊരു കാറ് കൊടുക്കുകയാണെങ്കിൽ ഈ ഓട്ടിസം കുഞ്ഞുങ്ങൾ ആ കാറിൻ്റെ വീലായിരിക്കും കൂടുതലും റൊട്ടേറ്റ് ചെയ്ത് അവർ കളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ കുഞ്ഞുങ്ങളാണ് ഈ കാറ് മൊത്തത്തോടെ നമ്മൾ ഓട്ടിച്ച് കളിക്കും. അപ്പം അതും ഓട്ടിസം ആണോ ഇല്ലയോ എന്നുള്ളത് സംശയിക്കാവുന്നതാണ്. സ്പീച്ചിൻ്റെ കാര്യം വരുമ്പോഴാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വരുമ്പോഴാണെങ്കിൽ 2 തരത്തിലുണ്ട്. ഒന്ന് വെർബലും നോൺ വെർബലും ഉണ്ട്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വിളിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ കേൾക്കുന്നില്ല, മീൻസ് അതിൻ്റെ അർത്ഥം അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നതല്ല, അവരുടേതായ കളിയിൽ ആയിട്ട് അറ്റൻഷൻ കൊടുത്ത് ഇരിക്കുവാണ്. അതായത് നമ്മൾ വിളിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ ഇവരുടെ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പോയിൻറ്റിങ്, ഇതായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അത് ഒരു 2 years 3 years ഒക്കെ ആവുന്ന ടൈമിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 2 year 3 year ഒക്കെ ആകുമ്പോൾ 2-3 വേർഡ്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസ് വൈസ് വേർഡ്സൊക്കെ സംസാരിക്കേണ്ട പ്രായമാണ്. അപ്പോൾ ആ പ്രായത്തിലും ഈ പോയിൻറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് മാത്രമാണ് ഇവർ കാണിക്കുന്നതെങ്കിൽ നമുക്ക് അത് ഓട്ടിസം ആണോ അല്ലയോ എന്നുള്ളത് സംശയിക്കാവുന്നതാണ്.
പിന്നെ ഉള്ളത് എക്കോലാലിയ. എക്കോലാലിയ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഈ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരു കുട്ടിയുടെ അടുത്ത പേര് ചോദിക്കുവാണെങ്കിൽ വാട്ട്സ് യുവർ നെയിം അല്ലെങ്കിൽ എന്താണ് പേര് എന്ന് ചോദിക്കുവാണെങ്കിൽ ആ കുട്ടിയുടെ പേരായിരിക്കും പറയുക. പക്ഷേ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മൾ എന്താ പേരെന്ന് ചോദിച്ചാൽ തിരിച്ച് അവർ എന്താ പേരെന്ന് തന്നെ തിരിച്ച് ചോദിക്കും. അതാണ് എക്കോലാലിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സിംറ്റംസും നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് കുഞ്ഞ് പോകുന്നതെങ്കിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഓട്ടിസം ആണോ അല്ലയോ എന്നുള്ളത് സംശയിക്കേണ്ടതാണ്. പിന്നെ വേറെ ഒന്ന്, ചില കുഞ്ഞുങ്ങളിൽ അൺയൂഷ്വൽ ഈറ്റിംഗ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഓവറായിട്ട് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അവർക്ക് വയറ് നിറഞ്ഞിരുന്നാലും അവർക്കത് മനസ്സിലാവാണ്ട് പോവുക, ആ ഒരു കണ്ടീഷനും നമുക്ക് ചില കേസസ് കാണാവുന്നതാണ്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ ഒരിടത്ത് നിൽക്കാതെ ജനൽ കമ്പികളിൽ കയറുക, ടേബിളിൽ കയറുക, അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചില കുഞ്ഞുങ്ങൾ കാണിക്കുന്നത്. പിന്നെ ചില കുട്ടികളിലാണെങ്കിൽ ഈ ഓർഡർ ഡിസോർഡർ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ഡെയിലി ചെയ്യുന്നു, ഒരു പാറ്റേണിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ ആ ഒരു പാറ്റേൺ തെറ്റിയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു ചപ്പൽ ഒരു റൂമിൽ ഊരിയിട്ടു, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഊരിയിട്ടു എന്ന് വെച്ചോളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ആ ഫ്രണ്ടിലല്ല വേറെ സ്ഥലത്താണ് ഊരിയിടുന്നത്. ചിലപ്പോൾ ഈ ഓട്ടിസം കുഞ്ഞുങ്ങളിൽ ആ ഒരു പാറ്റേൺ തെറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ പോലെ, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, ആങ്സൈറ്റി, അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ ഈ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ ആയിട്ട് കണ്ടുവരാറുണ്ട്. മാത്രമല്ല ഫിയർ ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഇവർക്ക് കൂടുതൽ അറ്റൻഷൻ സ്പാന് നല്ല കുറവായിരിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അത് കറക്റ്റ് മനസ്സിലാക്കി അതിനുള്ള ഉത്തരം തരാനോ ഈ ഓട്ടിസം കുഞ്ഞുങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ 1.5 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് എല്ലാ കുഞ്ഞുങ്ങളിലും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എല്ലാം വരും. പേഴ്സണൽ സോഷ്യൽ വരും, കമ്മ്യൂണിക്കേഷൻ വരും, ലാംഗ്വേജിൻ്റെ സ്കിൽ എത്രയുണ്ടെന്ന് വരും, VSMS അതായത് കുഞ്ഞിൻ്റെ സോഷ്യൽ ഏജ് എത്രയാണെന്നുള്ളത് എല്ലാ കാര്യങ്ങളിലും ഈ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റിൽ വരും. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഡിലേ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഏർലി തന്നെ ഈ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 5 ഇയേഴ്സൊക്കെ ആവുന്ന ടൈമിലായിരിക്കും കൂടുതലും കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയും നമുക്കൊരു ഡിലേ ആണ് വരുന്നത്. അപ്പോൾ അത്രയും ഡിലേ വരുമ്പോൾ നമുക്ക് ഈ തെറാപ്പി കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറേ ആയിട്ട് വൈകും. അത് നമുക്ക് ആദ്യം മുതൽ ഇപ്പോൾ പോയിൻറ്റിംഗ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ സോഷ്യൽ സ്മൈൽ ഇല്ല, ഐ കോണ്ടാക്റ്റ് കുറവാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് മുതലേ നമ്മൾ ഈ 5 ഇയേഴ്സൊക്കെ ആകുമ്പോഴാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കൊന്ന് അത്രയൊരു ഡിലേ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് നമുക്ക് ഈ ഓട്ടിസം കുട്ടികളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡിസിപ്ലിനറി ടീം തന്നെ നമുക്കുണ്ട്. അതായത് ഈ ടീമിൽ വരുന്നത് ഒന്ന് നമ്മുടെ സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ്, നമ്മുടെ ന്യൂറോളജിസ്റ്റ് ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ ഉണ്ടാവും. അപ്പം ഇവരെല്ലാം കൂടെ ചേർന്ന് നിന്നാണ് നമുക്ക് ഈ ഓട്ടിസം കുഞ്ഞുങ്ങളെ ഒരു ഏർലി ഇൻ്റർവെൻഷൻ കൊടുത്ത് നമുക്ക് ഒരു അവരുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്ക് ഓട്ടിസം കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നോർമൽ കുഞ്ഞുങ്ങളെ പോലെ അത്രയ്ക്ക് ആയില്ല എങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഓട്ടിസം കുഞ്ഞുങ്ങളെ അവരുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്.